ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ബസൂക്ക സിനിമയുടെ ടീസർ റിലീസായിട്ടുണ്ട്. എനിക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എനിക്കറിയാം ഇത് ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 8 ദിവസമായി. ഞാൻ ആക്ച്വലി ഇറങ്ങിയപ്പോൾ തന്നെ ടീസർ കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മൈക്ക് കംപ്ലൈൻ്റ് ആയി. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബോയയുടെ M1 മൈക്കായിരുന്നു, മറ്റേ ലാവലിയർ മൈക്കാണ്. അത്യാവശ്യം നീട്ടമുള്ള മൈക്കാണ്. അത് കംപ്ലൈൻ്റ് ആയി ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. കാരണം എൻ്റെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൗണ്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ പല്ലൊക്കെ അത്യാവശ്യം കമ്പിയൊക്കെ ഇട്ട് വാർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്, മീൻസ് പല്ലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കള്ളുടിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ടോണിലേക്കാണ് വരുന്നത്. അപ്പോൾ വോയിസ് കൂടി കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, മൈക്ക് എങ്ങനെ കംപ്ലൈൻ്റ് ആയി അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മൈക്ക് കംപ്ലൈൻ്റ് ആയതല്ല ഗൈസ്, സത്യം പറഞ്ഞ മൈക്ക് കംപ്ലൈൻ്റ് ആയതല്ല, കംപ്ലൈൻ്റ് ആക്കിയതാണ്. ഈ മൈക്ക്, അതായത് എൻ്റെ ബോയുടെ മൈക്ക്, ഞാൻ ഇവിടെ ഈ ടേബിളിലാണ് വെച്ചിട്ട് പോകാറുള്ളത് സാധാരണ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഈ മൈക്ക് ഞാൻ ടേബിളിൽ വെച്ച് അബദ്ധത്തിൽ അത് ടേബിളിലായിരുന്നില്ല അന്നത്തെ ദിവസം, നിലത്ത് കിടക്കണയായിരുന്നു. ഞാനും അത് അത്ര ശ്രദ്ധിച്ചില്ല ഗൈസ്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയി രാത്രി ഞാൻ തിരിച്ചു വന്നു. ഞാൻ പരിപാടികളൊക്കെ ആയിട്ട് പോയി രാത്രി തിരിച്ചു വന്നപ്പോൾ ഗൈസ് 2 കഷ്ണമായിട്ട് കിടക്കണം. 2 കഷ്ണമായിട്ട് കിടക്കണമെന്ന് മാത്രമല്ല, അതിൻ്റെ അവിടെ ഒരു പൂടയും കൂടി കിടപ്പുണ്ട് ഗൈസ്. പൂച്ച കട്ടിച്ച് പറിച്ച് 2 കഷ്ണമാക്കിയിട്ട് ഈ സാധനം ഞാൻ ഇതിൻ്റെ മുമ്പിൽ കൊണ്ട്, ആ പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ അവള് അങ്ങനത്തെ ഒരു സ്റ്റൈല്. അപ്പോൾ അങ്ങനെ ആ ഒരു മൈക്ക് പോയി കിട്ടി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്. നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ഒരു മൈക്കാണ്. ഇത് ഹോളണ്ടിൻ്റെ മൈക്ക്. ഹോളണ്ട് അല്ലേ, ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. ഇതാണ് സാധനം, എൻ്റെ കേസാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസയായി. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ചാനലിൽ. ഏകദേശം 14,000 രൂപയാണ് ആമസോണിലെ പ്രൈസ്. പക്ഷേ എനിക്ക് 13,000 രൂപക്ക് കിട്ടി ഗൈസ്. കാരണം എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിന് 1000 റുപ്പീസ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഫുൾ സ്വൈപ്പിന്. EMI ആക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് വരും, അതിനും ഓഫർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നോട്ട് നമ്മളൊരു പുതിയ ബിഗിനിങ് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ മൈക്ക്, പുതിയ സെറ്റപ്പ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ടീസർ കാണാം. ബസൂക്ക ഒഫീഷ്യൽ ടീസർ, ലെറ്റ്സ് സ്റ്റാർട്ട്. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിൽ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലും എനിക്ക് കുറച്ച് തലവേദന ഉണ്ടാക്കി. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് പോലീസുകാരാണ്. പോപ്കോൺ സർ, ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സർ. ഓക്കെ, ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. So then who are you? ആ ലുക്ക് കണ്ടില്ലേ ഗൈസ്? ആ മുഖത്തിന്റെ ആ തിളക്കം കണ്ടില്ലേ? വിന്റേജ് ആണല്ലോ മൊത്തം. ലുക്ക മെഗാസ്റ്റാർ മമ്മൂട്ടി ബസൂക്ക. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മള് ചെയ്യാത്ത റോളൊന്നുമില്ല. അമ്പോ, മാസ് 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 മാസ്. ഡിനോ ഡെനിസ്. യെസ് ഗൈസ്, ദാറ്റ്സ് ദ ടീസർ. യെസ്, ഈ ടീസറിന് ഒരു കാര്യം ഉറപ്പാണ്. കൊച്ചിയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ മൂവി, അതാണ് അതിൻ്റെ ഒരു തീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗൈസ്, അത്യാവശ്യം സ്റ്റണ്ട്, ഫൈറ്റ്, ഇടി പിടി ഒക്കെ ഉണ്ടാകുന്ന സിനിമയായിരിക്കും. ഇറ്റ്സ് സോ ഗുഡ്. പക്ഷെ എനിക്ക് ഇതിൽ ടീസറിൽ ശരിക്കും മമ്മൂക്കയുടെ അധികം കാണിച്ചിട്ടില്ല. ലൈക്ക് അത്ര സ്റ്റൈലിഷ് ആയിട്ടൊന്നും കാണിച്ചില്ല. പക്ഷെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഭയങ്കര അടിപൊളി സ്റ്റൈലിഷ് ആയിരുന്നു. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. അപ്പോൾ മൂവി റിലീസ് എപ്പോഴാണെന്ന് എനിക്ക്
അറിയില്ല ഗൈസ്. മൂവി റിലീസ് എപ്പോഴാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ആൻഡ് ഗൈസ് ഞാൻ മറ്റേ നമ്മുടെ വായ മൂവി പോയി കണ്ടായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും റിവ്യൂ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, മൈക്കില്ലാത്തതുകൊണ്ട് അല്ല മെയിനായിട്ട് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ സൗണ്ട് നമ്മുടെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ റെഗുലറായിട്ട് എല്ലാ വീഡിയോസും ചെയ്യും. അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം ഗൈസ്. സോ പ്ലീസ് സപ്പോർട്ട് മീ, subscribe to my channel guys, and hope you all are good. Thank you friends.